കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ മാസം 16-ാം തീയതി വ്യാഴാഴ്ച. അന്ന് കന്നിമാസത്തിലെ ആയില്യമാണ്. കന്നിമാസത്തിലെ ആയില്യം, ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, എന്തിനാണ് കന്നിമാസത്തിലെ ആയില്യം നമ്മൾ വളരെ വിശേഷപ്പെട്ടതായി കണക്കാക്കി പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വളരെ വിശദമായി തന്നെ നമുക്ക് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ആ സമയം കൂടി ഒന്ന് നമുക്ക് നോക്കിപ്പോകാം. 2025 ഒക്ടോബർ മാസം 16-ാം തീയതി രാവിലെ 6:13 കേരളത്തിൽ സൂര്യൻ ഉദിക്കുന്നത്. സൂര്യൻ അസ്തമിക്കുന്നത് വൈകുന്നേരം സന്ധ്യയ്ക്ക് 6:02. അതുപോലെ തന്നെ ഒക്ടോബർ മാസം 16-ാം തീയതിയിലെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് കേരളത്തിലെയാണ് പറയുന്നത്. വെളുപ്പിനെ 4:37 മുതൽ 5:25 വരെയാണ്. 4:37 മുതൽ 5:25 വരെയാണ് ബ്രഹ്മമുഹൂർത്തം. സൂര്യോദയം രാവിലെ 6:13. സൂര്യാസ്തമയം സന്ധ്യയ്ക്ക് 6:02. ഈ സമയങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ്. ബ്രഹ്മമുഹൂർത്ത സമയത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കന്നിമാസത്തിലെ ആയില്യം അന്ന് നാഗരാജാവായ വാസുകിയുടെ ജന്മദിനമാണ്. പരമേശ്വരൻ തൻ്റെ കഴുത്തിൽ ആഭരണമായി അണിഞ്ഞിരിക്കുന്നത് വാസുകിയെയാണ്. അതുകൊണ്ട് തന്നെ ആ വാസുകിയുടെ ജന്മദിനം വളരെ വളരെ ശ്രേഷ്ഠമായി കരുതുകയും അന്നേ ദിവസം നാഗരാജാവായ വാസുകിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 1 വർഷം വരെ പിന്നെ നാഗവഴിപാടുകളൊന്നും ചെയ്തില്ലെങ്കിലും ദോഷമില്ല എന്നാണ് പറയുന്നത്. അതായത് 1 വർഷത്തേക്കുള്ള ഫലം അന്നേ ദിവസം നാഗങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. കന്നിമാസത്തിലെ ഈ ആയില്യം ദിവസം നമുക്ക് നാഗക്ഷേത്ര ദർശനം നടത്താം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്താം. എല്ലാ ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളൊക്കെ തന്നെ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ കാണാറുണ്ട്. 100 പാലും പാൽപ്പായസം അല്ലെങ്കിൽ കദളിപ്പഴം ഇതൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠമാണ് നൈവേദ്യമായി സമർപ്പിക്കുന്നതിനായിട്ട്. നമ്മൾ മഞ്ഞൾ മേടിച്ച് കൊടുക്കാറുണ്ട്, മഞ്ഞപ്പൊടി മേടിച്ച് കൊടുക്കാറുണ്ട്, വിളക്ക് തെളിയിക്കാറുണ്ട്. ഇതൊക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. എന്തിനാണ് നമ്മൾ നാഗങ്ങളെ പ്രാർത്ഥിക്കുന്നത്? നാഗങ്ങളാണ് ഭൂമിയുടെ, നമ്മുടെ മണ്ണിൻ്റെ അവകാശികൾ. നമുക്ക് ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട് എന്ന് കരുതുക. നമ്മൾ വിചാരിക്കും നമ്മൾ കരവടയ്ക്കുന്നു, നമുക്കാണ് ആ ഭൂമിയുടെ അവകാശമെന്ന്. പക്ഷേ ആ ഭൂമിയുടെ അവകാശം നാഗങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഭൂമി എന്നും നമുക്ക് നിലനിൽക്കുന്നതിനും അതുപോലെ തന്നെ സന്തതി പരമ്പരകൾക്ക് ഐശ്വര്യമുണ്ടാകുന്നതിനും സമ്പത്തുണ്ടാകുന്നതിനും നമ്മുടെ അടുക്കളയിൽ എന്നും അന്നമുണ്ടാകുന്നതിന്, അതായത് പട്ടിണി ഇല്ലാതിരിക്കുന്നതിന്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് എല്ലാം തന്നെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും നിർബന്ധമായും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം. പ്രത്യേകിച്ച് ഈ കാളസർപ്പദോഷം പോലെയുള്ള ദോഷമുള്ളവർ, സർപ്പദോഷമുള്ളവർ, രാഹുർദശാകാലത്ത് ജീവിക്കുന്ന ആളുകൾ, ജാതകത്തിൽ രാഹുവിന് ബലം കുറഞ്ഞു നിൽക്കുന്നത്, അതായത് രാഹു അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ, കേതുർദശാകാലത്ത് ജീവിക്കുന്ന ആളുകൾ, കേതു ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ,
പ്രത്യേകിച്ച് രാഹുവും കേതുവും ദോഷസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് കാളസർപ്പദോഷം പോലെയുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് കന്നിമാസത്തിലെ ആയില്യം ദിവസം നിർബന്ധമായും ശിവക്ഷേത്ര ദർശനമോ അതല്ലെങ്കിൽ നാഗക്ഷേത്ര ദർശനമോ ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് വിളക്കു തെളിയിച്ച് നാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ എന്നും ഒരു നിലവിളക്ക് തെളിയിക്കും. അതുകൂടാതെ അന്നേ ദിവസം ഒരു മൺചിരാതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു തിരിയിട്ട് നാഗങ്ങൾക്ക് വേണ്ടി ഒരു വിളക്ക്, നിലവിളക്ക് കൂടാതെ സെപ്പറേറ്റായി ഒരു വിളക്ക് കൂടി തെളിയിച്ച് ആ വിളക്കിനെ നാഗദേവതകളായി കണക്കാക്കി പ്രാർത്ഥിക്കുക. ഈ മണ്ണും ഈ സന്തതികളും എല്ലാം തന്നെ ഐശ്വര്യത്തോടു കൂടി എന്നും നമുക്ക് ഉണ്ടാകണം എന്നും സമ്പത്തുണ്ടാകണമെന്നും അന്നം മുട്ടിക്കരുതെന്നും നമ്മൾ നാഗദേവതകളോട് പ്രാർത്ഥിക്കുക. നിർബന്ധമായും ഈ കാര്യം എല്ലാ മനുഷ്യരും ചെയ്യണം. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്ന എല്ലാവരും ക്ഷേത്രത്തിൽ പോയി ചെയ്യുക. അതിനു സാധിക്കുന്നില്ലെങ്കിൽ രാവിലെ വിളക്കു തെളിയിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നാഗദേവതകൾക്ക് കൂടി പ്രത്യേകമായി ഒരു മൺചിരാതിൽ വിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ ഒരു കൊച്ചു നിലവിളക്കിൽ ഒരു വിളക്കും കൂടി എടുത്തിട്ട് ആ വിളക്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ദീപം തെളിയിച്ച് ആ വിളക്കിനെ നാഗദേവതകളായി സങ്കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് തന്ന ഐശ്വര്യങ്ങളെല്ലാം തന്നെ എന്നും നിലനിർത്തണം. ഭൂമി എന്നും നമുക്ക് നിലനിർത്തണം. സമ്പത്ത് നമുക്ക് നിലനിർത്തണം, ഇനിയും വർദ്ധിക്കണം. സന്തതികൾ അവർ നല്ലതായിരിക്കണം. അവരെ കൊണ്ട് നമുക്കും ഈ ലോകത്തിനും പ്രയോജനമുണ്ടാകണം. നല്ല സന്തതികളായി വളരണം. മക്കളില്ലാത്ത ആളുകളൊക്കെ തന്നെ പ്രാർത്ഥിക്കുക, സന്തതികൾ ഉണ്ടാകും. ജോലിയില്ലാത്ത ആളുകൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ, രാഹു കേതു ദോഷം അനുഭവിക്കുന്ന ആളുകൾ, രാഹുർ ദശാകാലത്ത് ജീവിക്കുന്ന ആളുകൾ, കേതുർ ദശാകാലത്ത് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ അസുഖങ്ങൾ മൂലം, അതായത് ത്വക്ക് രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾ, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമാക്കാൻ ഇതുവരെ സാധിക്കാത്ത ആളുകൾ, ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ലൗകികപരമായ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതിനായിട്ട് നാഗദേവതകളെ നിർബന്ധമായും നാളത്തെ ദിവസം പ്രാർത്ഥിക്കണം. കശ്യപ മഹർഷിയുടെയും കദ്രുവിൻ്റെയും പുത്രനാണ് വാസുകി. അങ്ങനെയുള്ള വാസുകി, ആ വാസുകിയുടെ പിറന്നാൾ ദിവസത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സകല നാഗങ്ങളുടെയും അനുഗ്രഹം നമുക്കുണ്ടാകുമെന്നും പിന്നീട് ഒരു വർഷത്തേക്ക് നിങ്ങളിനി നാഗദേവതകളെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും കന്നിമാസത്തിലെ ആയില്യം ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വളരെ വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. മഹാദേവൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ശനിദോഷങ്ങൾ മാറും. കാരണം വാസുകിയാണ് പരമേശ്വരൻ്റെ കഴുത്തിൽ ആഭരണമായി കിടക്കുന്നത്. എല്ലാവർക്കും ഒക്ടോബർ 16-ാം തീയതിയിലെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.